ഹായ്. ഈ വീഡിയോ ചെയ്യാൻ കാരണേ ഞാൻ റീസെൻ്റ്ലി 1-2 വീഡിയോസ് കണ്ടു. ഈ വീഡിയോസ് ഇപ്പോൾ അടുത്ത് നടന്ന അഹമ്മദാബാദ് എയർപ്ലെയിൻ ക്രാഷുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യമാണെന്ന് നമുക്ക് തോന്നും. ശരിക്കും ഈ അപകടം എയർ ഇന്ത്യയുടെ മിസ്റ്റേക്കാണോ, അതല്ല അവർ എൻജിൻ്റെ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണോ, അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിച്ചത്. കാരണം ആ വ്യക്തി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനൊരു അപകടം ഒരു എൻജിൻ്റെ ഫെയിലിയർ കൊണ്ട് സംഭവിക്കാനുള്ള ചാൻസ് കുറവാണെന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. പുള്ളി എക്സ്പേർട്ടാണ്. പുള്ളി ഇങ്ങനെ കുറച്ച് ഈ നാവിയും എയർ ഇന്ത്യയൊക്കെ ഈ എയർഫോഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരാളാണ്. പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യമാണെന്ന് തോന്നും. കാരണം അങ്ങനെ അപകടം നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ എൻജിൻ ഫെയിലിയർ കൊണ്ട് അപകടം നടക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഒരു എൻജിൻ ഫെയിലായി കഴിഞ്ഞാൽ മറ്റേ എൻജിൻ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഈ കേസിൽ 2 എൻജിനും ഒരേപോലെ ഡൗൺ ആയി. വളരെ റെയർ കേസ്, ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഫ്ലൈറ്റ് എടുത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ചക്രം ഉള്ളോട്ട് പോകും. പക്ഷേ ഈ സമയത്ത് പോയിട്ടില്ല, നേരെ പോയിട്ട് ഡൗൺ ആവുക ചെയ്തത്. അത് തന്നെയാണ് ഈ പൈലറ്റ് മെയ്ഡേ കോൾ ചെയ്തിട്ടുള്ളത്. മെയ്ഡേ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകട സിറ്റുവേഷനിൽ അലേർട്ട് കൊടുക്കുകയാണ്, വിളിച്ച് പറയുകയാണ് രക്ഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷനിലാണ്, ക്രൈസിസ് ആണ് എന്ന് പറയുന്ന ഒരു അലേർട്ട് കോളാണ്. അതായത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. നമ്മൾ സിറ്റുവേഷൻ വേഴ്സാണ്, കണ്ടീഷൻ വേഴ്സാണ്, രക്ഷിക്കണം എന്ന് പറഞ്ഞുള്ളൊരു കോളാണ് മെയ്ഡേ കോൾ. അത് കൊടുത്ത് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഡൗൺ ഫെല്ലായി വീണു, ക്രാഷ് ചെയ്തു. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒക്കെ സംഭവങ്ങൾ ഈ ഇതിലുണ്ട് കേട്ടോ. ഇങ്ങനൊരു ആ വീഡിയോയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനൊരു അപകടം നടക്കാനുള്ളൊരു ചാൻസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് 2-3 പേര് വന്നിട്ട്, ആരൊക്കെ വരുന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടാ, കുറേ ആളുകൾ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ഇതിൻ്റെ എല്ലാ മെഷീൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ, എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അതെല്ലാം അവർ ടിക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് അത് വേറൊരാൾ വന്ന്, സൂപ്പർവൈസർ ആരോ വന്നിട്ട് സാങ്ഷൻ വീണ്ടും അത് ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഇതിനുണ്ട്. അപ്പോൾ ഈ കേസിലൊന്നും ചെയ്തിട്ടില്ലയോ, എന്താ അവിടെ സംഭവിച്ചത്, ഇവിടെ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള കുറേ ഡൗട്ട്സ് ഈ സംഭവത്തിലുണ്ട്. ഒരുപാട് അധികം ദുരൂഹതയുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ട് കഴിയുമ്പം ഒരുപാട് ദുരൂഹത തോന്നും. പിന്നെ ഇതിൽ ഒരാൾ വീഡിയോ ചെയ്തേക്കുന്നത് പാകിസ്ഥാൻ ഇതിനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് എന്നുള്ളത്. ആ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളി പറയുന്നത് ആ സമയത്ത് പാകിസ്ഥാനിലോട്ട് തുരുതുര കോളുകൾ പോയിട്ടുണ്ട്. അത് എന്ത് കോളുകൾ, ഏത് കോളുകൾ എന്നൊക്കെ എന്നെ അന്വേഷിക്കണം. കാരണം അങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്നെ അന്വേഷിക്കുന്നുണ്ടോ ഉള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ, ഉണ്ടെന്നാണ് പറയുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പല ഏജൻസീസും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതിൻ്റെ ക്ലിയർ ഒരു പിക്ചർ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ക്ലിയർ പിക്ചർ നമുക്ക് തരും, എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഈ ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള കുറേ വിഷ്വൽസ് റെക്കോർഡിങ്സ്, കുറേ സംഭവങ്ങളുണ്ട്, അതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതൊന്നും കേടുവരത്തില്ല. ബ്ലാക്ക് ബോക്സ് ഒന്നും ഒരിക്കലും നശിക്കാത്തൊരു സാധനമാണ്. അപ്പം അവർ സംസാരിച്ച കോൺവെർസേഷൻസ്, അവരെന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെയാണ് വിഷ്വൽസ്, കുറേ സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ റൂട്ട് എങ്ങനെ പോകുന്നു, അങ്ങനെ കുറേ കാര്യം. അപ്പോൾ ഇതൊക്കെ ഒരു തെളിവാണ്, വലിയ എവിഡൻസാണ്. പിന്നെ സയൻറ്റിഫിക്കൽ കുറേ എവിഡൻസ്. പിന്നെ ഇതൊക്കെ അവർ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാഫിക്കലി പ്രസൻറ്റേഷൻ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഇവരിത് എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തും, കുറച്ച് സമയം എടുത്താലും. ഓക്കെ, അപ്പം അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ് കറക്റ്റ്. പിന്നെ ഇതിൽ ഈ വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും സാധനങ്ങൾ, മെറ്റീരിയൽസ് ഈ മെഷീൻസിൻ്റെ അകത്ത് പെടുകയോ അത് എന്തെങ്കിലും സംഭവിക്കുകയോ പെട്ട് കഴിഞ്ഞാൽ പവറിന്, അതായത് ഇവിടെ നടന്നിരിക്കുന്ന മെയിൻ ഇഷ്യൂ എൻജിൻ്റെ ഫെയിലിയർ അല്ല, പവർ സപ്ലൈ. അത് ഫ്യൂവലാവാം, അല്ലെങ്കിൽ മെഷീൻസിൻ്റെതാവാം, എങ്ങനെയാവാം, അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നാണ് പുള്ളി പറയുന്നത്, ആൾ പറയുന്ന കാര്യം. അല്ല, എൻജിൻ ഫെയിലിയർ അല്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ പവർ, കാരണം അവിടെ പുള്ളി പറയുന്നത് മെയ്ഡേ കോൾ ചെയ്ത സമയത്ത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൻജിൻ്റെ പ്രശ്നമാവില്ല എന്തോ, അല്ലെങ്കിൽ അവിടെ പറയും എൻജിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പവർ ഫെയിലിയർ കൊണ്ട് വന്ന സംഭവം ഫെയിലോ അല്ലെങ്കിൽ മറ്റുള്ള മെഷീൻസിൻ്റെ വർക്കിങ്ങിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ കുറേ അല്ലെങ്കിൽ ഫ്യൂൽ ഓവർലോഡ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ,
എന്തും ആയിക്കോട്ടെ എന്തായാലും ഒരു ടെക്നിക്കൽ എറർ, മെഷീൻസിന് എന്തോ ടെക്നിക്കൽ എറർ അവിടെ എന്തോ സംഭവിച്ചിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം നടക്കാൻ വന്നത്. അല്ലാതെ കുറേ ആൾക്കാർ പൈലറ്റിനെ കുറ്റം പറഞ്ഞു, പൈലറ്റ് എക്സ്പീരിയൻസ് അല്ല, അതല്ല ഇതില്ല. 8,000 അങ്ങനെ സംതിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ക്യാപ്റ്റൻ. തൊട്ടടുത്തിരിക്കുന്ന ആൾ കോ പൈലറ്റും 1000 എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, 1000 സംതിങ്. അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ മാറ്റേഴ്സ് അല്ല. ആ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടല്ലോ, അവിടെ അവർക്ക് ചെയ്യാൻ ഈ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് അത് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് മുകളിലോട്ട് എടുത്ത് അത് കഴിഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് ഡൗൺ ആവുന്നത്. അവിടെ എനിക്ക് ഒന്നിനും സമയമില്ല, അത് ലിഫ്റ്റ് ആവുന്നില്ല എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിങ്ങ് പൊന്തി പോകുന്നില്ല, താഴോട്ടാണ് പോകുന്നത്. അപ്പം അത് പൈലറ്റിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൈലറ്റിൻ്റെ പ്രശ്നമല്ല അത്. അവിടെ ഫ്ലൈറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് ജസ്റ്റ് സെക്കൻഡ്സിൻ്റെ അകത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറേ കാലം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കറക്റ്റായിട്ട് അവിടെ ഒരു എറർ, ഒരു മിസ്റ്റേക്സ്, മേ ബി ഫ്യൂവൽ അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ മെക്കാനിക്കൽ വട്ടവർ എന്തോ ഒരു ഇഷ്യൂസ് അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒറ്റൊരു കാരണമാണ്. അത് എങ്ങനെ നടന്നു, അതിൽ ആരെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ കൈ ഉണ്ടോ, അതായത് മൂന്നാമതൊരാൾ അതിൽ കിടന്ന് കളിച്ചിട്ട് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളല്ല അതിൻ്റെ വിദഗ്ധ സംഘടനകളും അതിൻ്റെ ഓർഗനൈസേഷൻസൊക്കെ അന്വേഷിക്കേണ്ട കാര്യം. അതിൽ ആരെങ്കിലും കടന്ന് കളിച്ചിട്ടുണ്ടോ, അത് പാകിസ്ഥാനോ. പിന്നെ ചില ആൾക്കാർ തുർക്കിഷിൻ്റെ കാര്യം പറയുന്നു. തുർക്കിഷ് ടീം എന്തോ ഈ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസും അതുപോലെ തന്നെ അതിൻ്റെ എന്തോ ഡിപ്പാർട്ട്മെൻറ്റും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യയുടെ. അവർ കളിച്ച കളിയാണെന്ന് പറയുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നടന്ന വാറിൽ, ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ തുർക്കിഷ് ഡ്രോൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഗുജറാത്തിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട്, കാശ്മീരിൽ പല സ്ഥലങ്ങളായിട്ട്, രാജസ്ഥാൻ പല സ്ഥലങ്ങളായിട്ട് ഡ്രോൺസ് ഇട്ട്, അതെല്ലാം തുർക്കിഷ് നിർമ്മിത ഡ്രോൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുർക്കിഷ് നമുക്ക് ശത്രുക്കളാണ്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അവരെ കളി ഇത് നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ അന്വേഷിക്കേണ്ട കുറേ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ പറയുന്ന കാര്യം, വിജയ് റുപാനി ഫോർമർ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പുള്ളി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി യാത്ര ചെയ്തത് കൊണ്ട് ആരെങ്കിലും പുള്ളിയോട് ശത്രുതയുള്ള ഏതെങ്കിലും ശത്രുക്കൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള സംശയം പോലും ആൾക്കാർ പറയുന്നുണ്ട്. പല രീതിയിലാണ് ഇതിനെ ആൾക്കാർ കാണുന്നത്, സംശയിക്കുന്നത്. എങ്ങനെ ഈ അപകടം നടന്നു, എന്തുകൊണ്ട് നടന്നു, ആര് ചെയ്തു, അല്ലെങ്കിൽ ഇതിലൊരു മൂന്നാമതൊരു കൈയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പലർക്കും പല സംശയങ്ങളാണ്. ചിന്തിച്ച് നോക്കിയാൽ നമുക്കും തോന്നും എന്തോ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവിടെ. കാരണം ഇതൊന്നും ചാൻസ് ഒരു ഫ്ലൈറ്റ് അപകടത്തിന് ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രത്തോളം ടെസ്റ്റിങ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എയർ ഇന്ത്യയുടെ ഇതേ ഫ്ലൈറ്റിൽ 2 മണിക്കൂർ മുമ്പ് യാത്ര ചെയ്ത ആ സംഭവം പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്ത ഒരു യാത്രികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം വർക്ക് ചെയ്യുന്നില്ല, AC അല്ലെങ്കിൽ TV ഫാനോ ഒന്നും വർക്ക് ചെയ്യുന്നില്ല കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മെക്കാനിക്കൽ എറർ വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് തേർഡ് പേഴ്സൻ്റെ പ്രശ്നം കൊണ്ട് വന്നു ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് വിശദമായൊരു അന്വേഷണം ഇതിന് ആവശ്യമാണ്. കാരണം ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു. മെയിൻലി എനിക്കൊരു ഒറ്റൊരു കാര്യം ഇതിൽ പറയാൻ പറ്റും. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ വിമാനത്തിന് കൃത്യമായിട്ട് എയർ ഇന്ത്യയുടെ കേസാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സത്യം തന്നെ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടില്ല, അവരത് വലിയ കാര്യമാക്കിയിട്ടില്ല. ഇതിന് മുമ്പ് എയർ ഇന്ത്യൻ്റെ അകത്ത് വെള്ളം അങ്ങനെ ലീക്കാകുന്ന സംഭവം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഫ്ലൈറ്റിൻ്റെ അകത്ത് വെള്ളം ലീക്കായിട്ട് അവിടെ ഇരിക്കാൻ പോലും പറ്റാതെ എയർ ഹോസ്റ്റസും മറ്റുള്ള ആൾക്കാരും ക്രൂ മെമ്പേഴ്സും വെച്ച് ടിഷ്യൂ വെച്ച് അടച്ച സംഭവം ഉണ്ട്. അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും വർക്ക് ചെയ്യണില്ലാണ്. ഇതൊക്കെ എന്താണ്? ഒരു ഫ്ലൈറ്റിനകത്ത് പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിനകത്ത് ഇത്രയും ഒരു സേഫ്റ്റി ഇല്ലാതെ ഒന്ന് ആലോചിക്കും നിങ്ങൾ, സേഫ്റ്റി ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതുമല്ല അതിൻ്റെ അപ്പുറം സംഭവിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അത് നോക്കുന്നില്ല ആൾക്കാർ, അത് ടെക്നിക്കൽ ആൾക്കാർ നോക്കുന്നു, അത് ടിക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ വലിയ സൂപ്പർവൈസർ വന്നിട്ട് നോക്കുന്നു, അത് നോക്കുന്നു, എൻജിൻ വർക്ക് ചെയ്ത് നോക്കുന്നു, മറ്റേ വർക്ക് ചെയ്ത് ഇവരിതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവർ എന്താണ് നോക്കി ടിക്ക് ചെയ്ത് പോകുന്നത്? അപ്പോൾ എനിക്ക് പറയുള്ളത് അവരെയാണ് ഇതിന് കറക്റ്റായിട്ട് ചോദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ അവരെ ഫസ്റ്റ് ചോദ്യം ചെയ്തിട്ട് വേണം മറ്റുള്ളത് നോക്കാൻ. അവരിതൊന്നും നോക്കിയില്ലേ, ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയില്ലേ, ഇത് പ്രവർത്തിച്ച് നോക്കിയില്ലേ, ഇതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പോൾ അവരെയാണ് ആദ്യം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് ആരാണോ ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ആളുണ്ടാവുമല്ലോ, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ നോക്കിയിട്ടാണ്
പൈലറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ കാര്യങ്ങൾ, എന്നിട്ടേ പൈലറ്റ് ടേക്ക് ഓഫ് ഇത് എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും നോക്കാതെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു അന്വേഷണവും കാര്യങ്ങളും വന്നാൽ മാത്രമേ ഈ സംഭവം നമുക്ക് ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണ്ടെന്നല്ല, പിന്നെ ഒരുപാട് നമുക്ക് വീഡിയോ വെച്ചിട്ടും ഗ്രാഫിക്കൽ ഇത് വെച്ചിട്ടും പല ഇതും വെച്ചിട്ടും എന്തവിടെ കഥ സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത്, ഒരുപാട് തെളിവ് വരി കിട്ടിയിട്ടുണ്ടല്ലോ. ബ്ലാക്ക് ബോക്സ് ആയിട്ടും ഒരുപാട് റെക്കോർഡിങ്സ് ആയിട്ടും വീഡിയോ ക്ലിപ്സ് ആയിട്ടും മറ്റതും മറിച്ചതുമായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇവർ തന്നെ വേണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് അതേ മോഡൽ ഇവർക്ക് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും. അത് ഇവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർഫേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവർക്ക് അതൊക്കെ ചെയ്തിട്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പിക്ചറൈസ് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പല സംവിധാനം ഇപ്പോൾ ഉണ്ടല്ലോ, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊരു ഫൈനൽ ഒരു ഇത് ആർക്ക് തരാൻ പറ്റും, എയർ ഇന്ത്യക്കും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനും നമുക്ക് തരാൻ പറ്റും എന്ത് സംഭവിച്ചത്. എനിക്ക് വിത്തിൻ മന്ത്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, വിത്തിൻ വീക്സ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു, വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചു. ഇതിൽ 242 അല്ല കേട്ടോ, 300 ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മരണസംഖ്യ. കാരണം അത് ഇടിച്ച് ക്രാഷ് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്റ്റൽ, ഒരു കോളേജ്, അത് മെഡിക്കൽ കോളേജ്. അവിടുത്തെ ഒത്തിരി വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു, മരിച്ചു, കുറേ പേരെ കാണാനില്ല, ഹോസ്പിറ്റലൈസ്ഡാണ്, ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ കണ്ടു. ഇത് കത്തി വരുമ്പം കുറേ കുട്ടികൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നു. അവർക്കൊക്കെ എന്ത് സംഭവിച്ചെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ പുറമെ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, റൂട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ, പിന്നെ ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു, മകനോ ആരോ ഒക്കെ മരിച്ചിട്ടുണ്ട്. സാധാരണ ആൾക്കാരെ കാര്യം പറയണേ, ഇതൊക്കെ ആൾക്കാർ മരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കറക്റ്റായിട്ട് പലർക്കും ഇതുകൊണ്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അപകടം കാരണം ആ വിമാനത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല സംഭവിച്ചത്, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്, പലർക്കും സംഭവിച്ചു. അപ്പോൾ 300 അല്ലാന്ന് എനിക്ക് തോന്നുന്നു, അപ്പുറം കടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനൊരു അപകടം നടക്കാൻ പാടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്ഥലം ഇപ്പോൾ ഈ പറഞ്ഞ ഈ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഗ്രൗണ്ട്, ഈ ഫ്ലൈറ്റ് പോകുന്ന ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ഗ്രൗണ്ട് അത്ര സ്പേസ് ഞാൻ കണ്ടില്ല. വീഡിയോ കണ്ടാൽ മനസ്സിലാക്കുക, സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ആ സ്പേസിൻ്റെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഉണ്ട്. പിന്നെ അടുത്തടുത്തൊക്കെ പറഞ്ഞ ബിൽഡിങ്ങും വീടും കോളേജും ഒക്കെയാണ് ഉള്ളത്, കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരു എയർപോർട്ട് നിൽക്കുന്നതിൻ്റെ ആ പരിസരത്തൊന്നും ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടൊന്നും വീടോ സ്ഥലമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഏത് നിമിഷവും ചിലപ്പോൾ എന്തും സംഭവിക്കാം. ചിലപ്പം ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റിന് എന്തെങ്കിലും കാരണവശാൽ അത് താഴോട്ട് ഇറക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് ഇറക്കേണ്ടി വരാൻ അവിടെ ഒരു സ്പേസ് വേണം. ഇവിടെ ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ ഒരു സ്പേസ് അവിടെ കുറവായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇനി അതിൻ്റെ ബാക്കിൽ അങ്ങനെ ഉണ്ടോ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്പേസ് വളരെ കുറവായിട്ടുള്ളൊരു ഗ്രൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടടുത്തൊക്കെ വീടുകളും മറ്റുള്ള സംഭവങ്ങളും കണ്ടു. ശരിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു എയർപോർട്ടിൻ്റെ അടുത്തും ഇത്ര അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് വീടോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ബിൽഡിങ്സോ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. കുറേ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഇവിടെ ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ അത് എനിക്കൊരു മിസ്റ്റേക്കായിട്ട് കണ്ടപ്പോൾ തോന്നി. ഞാൻ എൻ്റെ ഭാഗം ശരിയാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്താ കണ്ടപ്പോൾ മനസ്സിലായുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ അപകടം നടക്കാൻ പാടില്ല. നടന്നു. ഒരുപാട് സങ്കടമുണ്ട്, ഒത്തിരി പേര് മരിച്ചു. കാരണം ഒത്തിരി ലൈഫ് മുന്നോട്ട് കണ്ട ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആളുകൾ, ചുറ്റുമുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ പോയില്ലേ. അപ്പോൾ ഇതൊക്കെ വലിയൊരു നഷ്ടമാണ്. വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. തീരാ ദുഃഖം തന്നെ. പല കുടുംബവും അനാഥമായി, പല ആൾക്കാരെ പ്രതീക്ഷകൾ പോയി. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ. അപ്പം ഇനിയിങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു. ഓക്കെ. അപ്പം കൂടുതലൊന്നും പറയല്ല. ബൈ.